ഭാരത് ടിവിയുടെ മെൽബൺ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെൽബൺ വിശേഷങ്ങൾ എന്ന പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് മിസ്സിസ് കിരൺ വിജോയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കിരണോട് ചോദിക്കാം. താങ്ക് യു വിദ്യ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ട്, നാഷ. സേ ഹായ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം ക്രിയേറ്റിവിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് ആവശ്യം രണ്ട് കാര്യങ്ങളാണ്: തിങ്കിങ് ആൻഡ് പ്രൊഡ്യൂസിങ്. പിന്നെ അതിനേക്കാൾ ഏറ്റവും ആവശ്യം നമുക്ക് ടൈം വേണം, പേഷ്യൻസും വേണം. അപ്പം വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ സ്പ്രൈറ്റ് ബോട്ടിൽ, അപ്പം അതിൻ്റെ താഴത്തെ ആ ബോട്ടം വെച്ചിട്ട് നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് കാണിക്കുന്നത്. പിന്നുള്ളത് എൻ്റെ കുറച്ച് നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഷോളൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടൊക്കെയാണ് മെയിൻലി നമുക്ക് ആ ഷോൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് നമ്മൾ കൂടുതലും ഷോക്കേസിലാണ് വയ്ക്കാറ്. അപ്പോൾ അത് നമ്മുടെ കബേർഡിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയും കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്പ്രൈറ്റ് ബോട്ടിൽ വെച്ചിട്ട്, സ്പ്രൈറ്റ് തന്നെ വേണമെന്നില്ല, ഇപ്പം മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ നമുക്ക് ലീവ്സിൻ്റെ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിലുള്ള ബോട്ടിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്ത ഒരു മോഡലാണ്. ഇതിൻ്റെ അറ്റം വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതുപോലെ ഒരെണ്ണമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പം ആവശ്യം ഇത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തതാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്തിട്ടുള്ള പീസാണ്. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് അപ്പോൾ ആദ്യം ഞാനൊരു ഇതേപോലെ ഒരു ട്രീ, അതിൻ്റെ ഒരു ബ്രാഞ്ച് വരയ്ക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ റെഡ്, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ഏതാണ് മിക്സ് ചെയ്ത് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. സോ ഇത് ഞാനിപ്പോൾ ഈ പെയിൻറ്റിൽ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടുന്ന, അപ്പോൾ ഇത് വെറുതെ കളയാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പെയിൻറ്റിങ്സ്. ഇതാണ് ഇപ്പോൾ കിരൺ ഇവിടെ ചെയ്ത പെയിൻറ്റിങ്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അടുത്തായി കിരൺ നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇനി അടുത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ നമ്മുടെ ഷോൾസ് വെച്ചിട്ട് ജാക്കറ്റും പിന്നെ ഈ പോഞ്ചോസ് പോലത്തെ ഒരു സ്റ്റൈൽ ഡ്രസ്സിങ്, നമ്മുടെ പ്ലെയിൻ ടീഷർട്ടൊക്കെ ഇടുവാണെങ്കിൽ, ഫുൾ സ്ലീവ് പ്ലെയിൻ ടീഷർട്ടൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈൽസാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ഷോൾ വെച്ചിട്ടാണ് ഇപ്പം കാണിക്കാൻ പോകുന്ന സ്റ്റൈല്. ഇതിന് ഒരു പോഞ്ചോ സ്റ്റൈൽ പോലൊക്കെ ഇരിക്കും. സോ ഇപ്പം വിദ്യ ഇട്ടിരിക്കുന്ന പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ടാണ്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു ഡിസൈനാണ്. ഓക്കെ, ഇത് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, സോ രണ്ടായിട്ട് മടക്കി ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എൻഡും കൂടെ നമ്മൾ കെട്ടാൻ പോവാം. ഓക്കെ, സോ നമ്മളിത് കെട്ടി ഇനി നമ്മൾ ഇതിൻ്റെ ആം ഹോൾ എടുക്കാൻ പോകണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കയ്യിലിടാനുള്ള ആം ഹോളിലാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിപ്പം ഞാൻ വിദ്യയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്റ്റൈല്. ഇത് കുറച്ചുകൂടെ നമുക്ക് സ്റ്റൈലിലിടാൻ ഒരു ബെൽറ്റോ എന്തെങ്കിലും സോ ഇതാണ് ഒരു സ്റ്റൈൽ. ഓക്കെ, ടേൺ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കിരൺ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോൾ വെച്ചുണ്ടാക്കാവുന്ന ഒരു ഡ്രസ്സാണ്. എനിക്കിത് വളരെ കംഫർട്ടബിൾ ആണ് ഇതിട്ട് നിൽക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് ഷോളുകൾ ഇങ്ങനെ കബോർഡിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഞാനും ഇത് ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്നും കൂടെ ഒന്ന് ചെയ്ത് കാണണം. ഓക്കെ, ഇപ്പം എൻ്റെ വേറൊരെണ്ണമുണ്ട്, വേറൊരു ഷോളാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കുഞ്ഞതാണ്, ഇത്രയും ലെന്തി അല്ല, പക്ഷേ ഇത് ഇച്ചിരി കൂടെ കുഞ്ഞു ഷോളാണ്. ഇതാണ് ഇതും സെയിം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നമ്മൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഇവിടുന്ന് ഇതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോൾ വരുന്ന എവിടെയാണോ അത് വെച്ചിട്ട്
ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മുറുക്കുക. അപ്പോൾ അതൊന്ന് ശരിക്ക് ശക്തിക്കിരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് ഷോർട്ട് ജാക്കറ്റ് പോലെ. ഇത് ഇച്ചിരി കൂടെ ലെന്താണ് ഷോർട്ട് ജാക്കറ്റ്. സോ ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് കുഞ്ഞു ജാക്കറ്റ്. ഇങ്ങനെ ഈ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കിരൺ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ടീഷർട്ട് മാറ്റിയിട്ടുണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും ഇതുപോലെ തന്നെ എൻ്റെ ഇതൊരു പഴയ ഒരു ടീഷർട്ട് പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞി ഓർണമെൻറ്റ് ഷോൾ പോലുള്ളൊരു ഷോൾ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതൊരു പഴയ ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേപ്പ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഒരു ഡിവിഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടേപ്പ് അങ്ങ് എടുക്കാം. ഏകദേശം ഒരു ഷോൾ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ട് നോക്കാം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ ചെയ്ത ഷോള്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെറിയ സമയത്തിനുള്ള ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഷോളുകൾ വെച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല ഡ്രസ്സുകൾ കാണിച്ചു തന്ന കിരൺ ബിജോയ്ക്ക് വളരെയധികം നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് വിദ്യാശ്രീകാന്ത്.